ഹലോ ഗായ്സ്. അപ്പൊ ഇന്നത്തെ നമ്മളെ വ്ലോഗ് ഒരു റംസാൻ അതോ ഇരിക്കാൻ പറ്റില്ല ഗായ്സ്. ഞങ്ങൾ ഫ്രിഡ്ജിന്റെ ഉള്ളില് ജസ്റ്റ് ഇങ്ങനെ ക്യാമറ വെച്ചു. ഭയങ്കര രസം, നല്ല രസം. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇൻട്രോ നമുക്ക് ഇവിടെ റിംഗ് ലൈറ്റ് ഒന്നും ഇല്ലാത്തോണ്ടല്ല, പിന്നെ ഫ്രിഡ്ജ് ഉണ്ടാവുമ്പോ. അപ്പൊ ഗായ്സ് നമ്മളെ വ്ലോഗ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മൊയ്തിന്ന് സമൂസ ഉണ്ടാക്കുകയാണ്. അപ്പൊ ഒരു റംസാൻ നോമ്പ് ഇറക്കണ വ്ലോഗാണ്. ഗായ്സ്, സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം നമുക്ക് ഇന്നലത്തെ വ്ലോഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് നമ്മളെ ആ വ്ലോഗിന്റെ ബാക്കി എടുക്കുകയാണ്. ഇന്നലെ ഇൻട്രോ മാത്രം എടുത്തിട്ടുള്ളൂ, ബാക്കിയൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് റിയക്ക് നോമ്പുത്തൂറുണ്ട്. അപ്പോൾ ഓരോ കുട്ടികളും ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കി കൊണ്ടുപോകണം. അപ്പോൾ ഈ മൊയ്ത് എന്തോ ഒരു പേരറിയാത്തൊരു സാധനമാണ് ഉണ്ടാക്കുന്നത്. രൂപം കൊണ്ട് സമൂസ അല്ല, പക്ഷെ കഴിക്കാൻ സമൂസൻ്റെ ടേസ്റ്റ് അങ്ങനെയൊന്നും ഇല്ലാന്നാ. ഓ, ഇത് വെറൈറ്റി ടേസ്റ്റ് ആണല്ലോ. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കുന്നുണ്ട്. എല്ലാവർക്കും തിന്നാൻ പറ്റുമെന്നാ അറിയില്ല. അപ്പോൾ ഓക്കിന് നോമ്പുത്തൂറുണ്ട്, അപ്പോൾ ആ സംഭവം ഉണ്ടാക്കാം. നമുക്ക് ഓരോന്നായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടെ മസാല ഒക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു പ്രത്യേക തരം മസാലയാണ്, റിയക്ക് മാത്രം അറിയുന്ന ഒരു കൂട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത്രയും വെജിറ്റബിൾസാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്: ഉള്ളി, തക്കാളി, പച്ചമുളക്. ഫില്ലിങ്സ് ഇവിടെ ഫുള്ള് സെറ്റായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സമൂസ പാത്രം വെച്ചിട്ട് റോൾ ചെയ്തെടുക്കണം. പിന്നെ ഇവിടെ ഒരു പശ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് മേക്കിംഗ് കാണാം. അപ്പോൾ ഇവിടെ ഫുള്ള് സെറ്റായിട്ടുണ്ട്. ഒരാള് മാറ്റി ഫുൾ സെറ്റായി നിൽക്കുന്നുണ്ട്. നമ്മളെ പൊരിക്കടി ആൾക്കാർക്ക് തിന്നാൻ പറ്റുമോന്ന് അറിയില്ല. അപ്പൊ പോന്നൊക്കെ എന്താണ് കൊറേ ഉള്ളേ. നോമ്പ് വന്നിട്ട് പറയാം. അപ്പൊ ഓക്കെ ഗൈസ്, ബൈ.